കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മോഹൻ ജി ഭഗവത് കേരളത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്ത്, ഹിന്ദു മഹാപരിഷത്ത്, അതിന് മുന്നത്തെ ദിവസം തപസ്യയുടെ പരിപാടിയിൽ കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുത്തു. വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു ഐക്യം രൂപപ്പെടണം എന്നാണ്. ഇവിടെ സനാതന ധർമ്മ വിശ്വാസികളുടെ ഐക്യം, ഒപ്പം തന്നെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ ഒരു ഐക്യം രൂപപ്പെടണം. നമ്മുടെ ഭാരതം ഐക്യം എന്നുള്ള, ഏകത എന്നുള്ള ഒറ്റ സങ്കല്പത്തിലാണ് നമ്മുടെ ഭാരതം നിലനിൽക്കുന്നത് തന്നെ. അപ്പം അത്തരത്തിൽ ഒരു ഐക്യം രൂപപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ വനവാസികൾക്കായിട്ട്, അതായത് കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങൾക്കായിട്ട്, ഗിരിജനങ്ങൾക്കായിട്ട്, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഗിരിജനങ്ങൾക്കായിട്ട്, വർഗക്കാർക്കായിട്ട് ഒരു സാംസ്കാരിക സംഘടന ഉള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് മാത്രമാണ്. അവർക്ക് അവരുടേതായ ചില സംഘടനകൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ഇവിടെ മറ്റു പാർട്ടികളുണ്ട്. ഒരുപാട് പാർട്ടികളും, രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്ത പാർട്ടികളും സാംസ്കാരിക സംഘടനകളും വ്യക്തികളും ഒക്കെയുണ്ട്. പക്ഷേ ഈ ഗിരിവർഗ ജനവിഭാഗത്തിനായിട്ട്, ആദിവാസി ഗോത്ര വിഭാഗത്തിനായിട്ട്, അവരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു പ്രത്യേക വിഭാഗം, വിവിധ ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം RSS മാത്രമേ. അപ്പം അവർക്കൊപ്പം നമ്മൾ നിൽക്കണം. അവരെ നമ്മൾ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യവും വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് സർസംഘചാലക് പറയുകയുണ്ടായി. പക്ഷേ ശ്രദ്ധിക്കുക, തത്വമയും, ജന്മഭൂമിയും, ജനം ടിവിയും, അതുപോലെ ചില മാധ്യമങ്ങളും അല്ലാതെ ഒരു മാധ്യമങ്ങളും ഇദ്ദേഹത്തിന്റെ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തില്ല. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പരിപാടികളിൽ കേരളത്തിൽ വന്ന് പങ്കെടുത്തു. ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും, രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും, ജനങ്ങളുമായി ബന്ധപ്പെട്ടും, സാംസ്കാരിക കലാ മേഖലയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സർസംഘചാലക് സംസാരിച്ചു. പക്ഷേ ഓരോ ചെറിയ കോളം വാർത്തയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരി വാർത്തയായിട്ടോ, ഈ സ്പീഡ് ന്യൂസിന്റെ കൂടെ വരുന്ന ഒരു വാർത്തയായിട്ടോ ഒക്കെയാണ് ഈ വാർത്തയെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള സംഘടന രാജ്യവികസനത്തിനായി, ജനവികസനത്തിനായി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ, അതാരുമാകട്ടെ, RSSകാരനാകട്ടെ, മറ്റ് പാർട്ടികളിൽപ്പെട്ടവരാകട്ടെ, CPMകാരാകട്ടെ, വികസനം എന്നുള്ള ആശയം, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുമ്പോട്ട് പോകണം ഭരണവർഗം എന്നുള്ള ആശയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിനെ പ്രാധാന്യത്തോടെ നൽകേണ്ട കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ലേ? അതെന്താണ് ചെയ്യാത്തത്? കാരണം നാടിന്റെ വികസനത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. വനവാസ മേഖലയുടെ വികസനത്തെ പറ്റിയും, താഴേക്കിടയിലുള്ള വികസനം മേലേക്ക് വരണം, സ്ത്രീകളടക്കമുള്ള ആളുകൾ മുൻപന്തിയിലേക്ക്, സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് വരണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ഐക്യത്തോടെ രാജ്യം മുന്നേറണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വശാസ്ത്രപരമായ പ്രസ്താവന ആണ് സർസംഘചാലക് മോഹൻ ജി ഭഗവത് നടത്തിയത്. എന്നിട്ട് പോലും അതിനെ തൃണവത്ഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ RSSനെ കുറ്റം പറയാനും, RSSനെ മോശമാക്കി കാണിക്കാനും, RSS ഗാന്ധിയെ കൊന്നു എന്ന് പറയാനും ഒക്കെ തന്നെ 100 നാവുള്ള ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു വാർത്ത പോലും കാര്യമായി നൽകിയില്ല എന്നുള്ളത്. തത്വമയോ അല്ലെങ്കിൽ ജന്മഭൂമിയോ ജനം ടിവിയോ നമ്മളത് വ്യക്തമായി തന്നെ നൽകി അതിന്റെ ആശയങ്ങളും അതിന്റെ ആശയ സംഹിതകളും നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മറ്റ് മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെ അതിനെ മോശമാക്കി, വേണമെങ്കിൽ മോശമാക്കി കാണിക്കും. അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ച്, അദ്ദേഹം പറഞ്ഞത് മറ്റേ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം, ഇവിടെ വർഗീയതയാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ദേശാഭിമാനിയോ കൈരളിയോ വേണമെങ്കിൽ ന്യൂസ് കൊടുക്കും. പക്ഷേ ഒരു നല്ല ആശയം പറയുമ്പോൾ, ഒരു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വികസനത്തിനായി എല്ലാവരും ഒരുമിക്കണം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണം, പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ ഒരു ഏകീകരണം എല്ലായിടത്തും ഉണ്ടാക്കണം എന്ന ഏറ്റവും സംശുദ്ധമായ ഒരു സാംസ്കാരിക ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ സർസംഘചാലകിന്റെ വാക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്രതികരണം നടത്താനോ, അത് കൃത്യമായി തന്നെ അതൊരു വാർത്തയാക്കി ജനങ്ങളിൽ എത്തിക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയാത്തതെന്ത് എന്നുള്ള വളരെ ദുഃഖകരമായ ഒരവസ്ഥ നമുക്ക് സംശയകരമായി തന്നെ തോന്നും. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും. പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ അവരുടെ അജണ്ട കാണുമായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ അത് സത്യമായി തന്നെ കൊടുക്കണം, കാര്യം പറഞ്ഞാൽ അത് കാര്യമായി തന്നെ കൊടുക്കണം എന്നുള്ളൊരു പൊതു തത്വം കേരളത്തിലെ പല മാധ്യമങ്ങളും പാലിക്കുന്നില്ല. അത് പാലിക്കപ്പെടാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. അവരുടെ എഡിറ്റോറിയൽ തീരുമാനിക്കുന്നതേ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും, അത് നമ്മൾ തത്വമയായാലും ഏത് മാധ്യമമായാലും, പിണറായി വിജയനായാലും, ലോകത്തിന്റെ ഇനി ആര് പറഞ്ഞാലും നല്ല കാര്യമൊന്ന് ചെയ്താൽ, നല്ല കാര്യമൊന്ന് പറഞ്ഞാൽ, നല്ലത് ആ രീതിയിൽ വന്നാൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ആ രീതിയിൽ തന്നെ കൊടുക്കും. തത്വമയിൽ
കേരളത്തിലെ സർക്കാർ പദ്ധതികളെക്കുറിച്ച്, കേരളത്തിന്റെ സർക്കാർ പദ്ധതികളെക്കുറിച്ചും കേരളത്തിന്റെ പുതിയ വികസന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എത്രയോ വാർത്തകൾ നമ്മൾ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും അല്ലാത്തത് വന്നു കഴിഞ്ഞാൽ, ജനവിരുദ്ധ നയങ്ങൾ വന്നു കഴിഞ്ഞാൽ വിമർശിക്കുകയും ചെയ്യും. അതിപ്പോൾ നരേന്ദ്രമോദി ജനവിരുദ്ധ നയം പറഞ്ഞാലും തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കും. അതൊരു മാധ്യമ ധർമ്മമാണ്. സർസംഘചാലക് RSS മേധാവിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് അത് വിഴുങ്ങിക്കളയാം, അത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ മാധ്യമ നൈതികതയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.